വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ മഠത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസിനി എപ്പോഴും പരാതി പറയുകയും കുറ്റപ്പെടുത്തുകയും പിറുപിറുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല വ്യക്തികളും പലരും ഈ വ്യക്തികളെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകിയിട്ടൊന്നും ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. എവുപ്രാസ്യാമ്മ നിരന്തരം ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വിശുദ്ധ എവുപ്രാസ്യാമ്മയ്ക്ക് ആത്മീയമായ ഒരു ജ്ഞാനം കൊടുത്തു. ഈ വ്യക്തിയിലുള്ള അനുസരണക്കേടിൻ്റെ മറ്റു പലതരത്തിലുള്ള പൈശാചിക പീഡകളെ ഒഴിപ്പിക്കുവാനുള്ള ഒരു ആത്മീയ ജ്ഞാനം. കാരണം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ എവുപ്രാസ്യാമ്മയ്ക്ക് മനസ്സിലായി ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ഒരു തിന്മയുടെ ദുരാത്മാവാണ്. മാനുഷികമായി അല്ല ആ വ്യക്തി ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരിക്കൽ വിശുദ്ധ എവുപ്രാസ്യാമ്മ ഈ നവസന്യാസിനിയോട് തൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ആ വ്യക്തി മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എവുപ്രാസ്യാമ്മ എന്ത് ചെയ്തു? താനിരുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു, മോളെ നീ എൻ്റെ കസേരയിൽ ഇരിക്കൂ. എന്നിട്ട് എവുപ്രാസ്യാമ്മ മാറി ഒരു സാധാരണ കസേരയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ ആ നവസന്യാസിയുടെ മനസ്സിലുണ്ടായിരുന്ന പല തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുപോകാൻ തുടങ്ങി. ആ കസേരയിൽ ആ വ്യക്തി ഇരിക്കുമ്പോൾ എവുപ്രാസ്യാമ്മ ആ സന്യാസിനിയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ പാദം ചുംബിച്ചു. അങ്ങനെ പാദം ചുംബിക്കുന്ന മാത്രയിൽ എവുപ്രാസ്യാമ്മ ദർശനത്തിൽ കാണുകയാണ് ഈ സന്യാസിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികൾ ഈ നവസന്യാസിനിയിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. സഹോദരങ്ങളെ, ഈശോ പറഞ്ഞ വചനങ്ങൾ വളരെയധികം ശക്തം തന്നെയാണ്. തിന്മയെ നാം കീഴടക്കേണ്ടത് നന്മ കൊണ്ടാണ്.